ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു ബർത്ത്ഡേയുടെ വ്ളോഗായിരുന്നു. ഇതൊരു കല്യാണത്തിൻ്റെ വ്ളോഗാണ്. വേറെ ആരുടെയല്ല, എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അങ്ങനെ രാമൻകുട്ടി ആൾക്കാരും ഒക്കെ വന്നു. അവർ പന്തൽ പണി തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കൊണ്ട് പന്തൽ പണി തീർന്നിരിക്കുന്നു. ഏകദേശം ഒരു 19 ആയപ്പോഴത്തേക്ക് ഫിനിഷായി. അങ്ങനെ ചെറുക്കനും കൂട്ടരും, അതായത് ചെറുക്കനും ഞങ്ങളുടെ കസിൻസും എൻ്റെ ഹസ്ബൻഡും ഒക്കെ 19 ആയപ്പം വന്നു. 20-ാം തീയതി തൊട്ടാണ് നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കുറേ നാൾ വ്ളോഗ് എടുക്കാതൊക്കെ ഇരുന്നിട്ടേ എനിക്ക് ടച്ച് വിട്ടുപോയി. എന്തൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ആസ് യൂഷ്വൽ തയ്യലോട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എൻ്റെ തയ്യലും അതും ഇതൊക്കെ കാരണമാണ് ഇത് ഇത്ര അലങ്കോലമായിട്ട് കിടക്കുന്നത്. പക്ഷേ 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ക്ലിയർ ചെയ്യണമല്ലോ. അങ്ങനെ 20th രാവിലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചേച്ചി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു മെഹന്തി ഇടാൻ. ഇത്തവണ എനിക്ക് എൻജോയ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ സിമ്പിൾ ഡിസൈനാണ് സെലക്ട് ചെയ്തത്. എൻ്റെ കല്യാണത്തിനും എനിക്ക് പറ്റിയില്ല എൻജോയ് ചെയ്യാൻ. അപ്പോൾ ഈ കല്യാണത്തിന് ഫുഡെങ്കിലും മര്യാദയ്ക്ക് കഴിക്കണം എന്നൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ ഓൾമോസ്റ്റ് എല്ലാം നടന്നിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് എന്തൊക്കെ ഫുഡായിരുന്നെന്നോ ആരൊക്കെ വന്നെന്നോ എനിക്കറിയത്തില്ല. സോ ഇത്തവണ ഞാൻ അതെല്ലാം ബാലൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20-ാം തീയതി എന്നെ എൻ്റെ കസിനെയും കൂടെ താലിയുടെ ചരട് വാങ്ങിക്കാൻ എൻ്റെ വീട്ടുകാർ വിട്ടതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ വന്ന് തുടങ്ങി. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി. അമ്മയുടെ സാരിയുടെ പ്ലീറ്റ് പിടിക്കാനുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് എൻ്റെ കമ്മലും വളയൊക്കെ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഔട്ട്ഫിറ്റാണ്. കാരണം എനിക്ക് ആ ഷോർട്ട് കുർത്തി ചേരുവോ ചേരത്തില്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ചേർന്നാലും ചേർന്നില്ലല്ലോ, എന്തായാലും എൻ്റെ കല്യാണം അല്ലല്ലോ, ഇനി ഫ്ലോപ്പ് ആയാലും പ്രശ്നമില്ലെന്നുള്ളൊരു ഇതിൽ ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്തു. ഒരു ഫ്ലെയർഡ് പലാസോയും ഒരു ഷോർട്ട് കുർത്തിയും പിന്നെ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഇയർ റിങ്ങും പിന്നെ ബാംഗിൾസും, ഇത് ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 20th ഒക്കെ ഫംഗ്ഷന്. അധികം വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോണിൽ സ്പേസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം ജോലിയുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു സ്പേസ് മീൻസ് ഒരു ടൈം കിട്ടിയില്ല. പിന്നെ അതുപോലെ ബാക്കിയുള്ള ടൈം നമുക്ക് സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കിട്ടിയ വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ കഥ. പിന്നെ വേറൊരു കാര്യം, 20th ഇച്ചു നല്ല മൂഡ് ഓഫാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ നമുക്കുണ്ടല്ലോ. സോ അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് പോയില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇച്ചു കരച്ചിലും അവൾ ഭയങ്കര മൂഡ് ഓഫൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവളെ സ്റ്റേജിൻ്റെ അവിടെ കൂളറിൻ്റെ അടുക്ക കൊണ്ട് നിർത്തിയപ്പം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷം, കാരണം ആ കാറ്റിങ്ങനെ ഡയറക്റ്റ് അടിക്കുമ്പോഴേ. പിന്നെ ആൾ ഭയങ്കര കളിയും ബഹളവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവളെ മാനേജ് ചെയ്യാൻ അന്നേരം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആൾ ഓക്കെ ആയി. അതെപ്പോഴാണ് രാത്രി 10 മണിയൊക്കെ ആയപ്പം. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു പോയി. ആ ഒരു ടൈമായിരുന്നു. പിന്നെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് 1:30-2 മണിയൊക്കെ ആയി. അതായിരുന്നു നമ്മുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ. ബൈ. ഇച്ച് അതുകൊണ്ട് അവര് ടാറ്റ പോവാ, നീ പോകുന്നുണ്ടോ? ടാറ്റ മമ്മാക്ക് ടാറ്റ തരുവോ? ടാറ്റ പെട്ടെന്ന് ചെല്ല, അവര് പോവാ. ടാറ്റ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അതായത് നമുക്ക് ഇന്നിടാനുള്ള ഡ്രസ്സ് തയ്ക്കണമല്ലോ. ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റേതും ഇച്ചുൻ്റേതും എനിക്ക് തയ്ക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കല്യാണത്തിനിടാനുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതൊന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് ഇന്ന് ഈവനിങ് ഇടാനുള്ളത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിന് ഇച്ചുവിനും എനിക്കും ഇടാനുള്ള ജാക്കറ്റ് ഞാൻ 21st സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക്
അതും ഫിനിഷ് ചെയ്തു. ആക്ച്വലി എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഈ തലേ ദിവസം വരെ വെച്ചുകൊണ്ടിരുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ കറണ്ട് പോകുമോ അല്ലെങ്കിൽ മെഷീൻ ജാം ആവുകയൊക്കെ ചെയ്താൽ നമുക്ക് എൻ്റെ സ്റ്റിച്ചിങ് പരിപാടി അതോടെ തീരും. അപ്പോൾ അത്രയും ഒരു റിസ്കി ഐറ്റം ഞാൻ എന്തിനെടുത്തെന്ന് എനിക്ക് ഇപ്പം അറിയത്തില്ല. പക്ഷേ അന്നൊരു കോൺഫിഡൻസിൽ അങ്ങ് ചെയ്യുന്നതാണ്. എൻ്റെ കല്യാണത്തിന് ഇതൊക്കെ തന്നെ ആയിരുന്നു. തയ്ക്കുന്നവരെല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് തീർന്നു. ആദ്യം ഇച്ചുവിന് ആ ഒരു ജാക്കറ്റിൻ്റെ പ്ലാൻ ഇല്ലായിരുന്നു. അപ്പം ജാക്കറ്റ് ഇല്ലാതെ നോക്കിയപ്പം അവളുടെ ഔട്ട്ഫിറ്റ് ഭയങ്കര സിമ്പിളായിപ്പോയി. ഈ ജാക്കറ്റ് ഒരു വെൽവെറ്റ് മെറ്റീരിയലാണ് വരുന്നത്. അപ്പം ഇച്ചു അതിടാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ സമയമില്ലാത്തപ്പം അത്രയും ടൈം എടുത്തിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഭാഗ്യത്തിന് അവൾ അതിൽ ഭയങ്കര കംഫർട്ടബിളായിരുന്നു കല്യാണത്തിൻ്റെ അന്ന്. എന്തിനാ? ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഞങ്ങളുടെ അവിടെ ഭയങ്കര മഴയായിരുന്നു ഉച്ച കഴിഞ്ഞ്. അപ്പോൾ ഈ സ്കൂട്ടർ കൊണ്ട് വെക്കാൻ അമ്പു ഓപ്പോസിറ്റുള്ള വീട്ടിൽ പോയതാണ്. അവനപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും കുടയും കൊണ്ട് ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ചേട്ടനും ഇവിടെ ഒന്ന് പോവാണ് അവനെ വിളിക്കാൻ വേണ്ടിയിട്ട്. എടുത്തോണ്ട് പോയി അവനെ വിളിച്ചാലോ? കാരണം ഇന്നലെ നൈറ്റ് അവിടെ ചള്ള ഞാൻ കണ്ടത് സുപ്പായി. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ആ മഴയത്ത് അവനെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കാളും വെള്ളമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ റോഡില്ല, വലിയ ഡിസ്റ്റൻസ് ഇല്ല, എന്നാലും നല്ല മഴയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈവനിങ്ങിലത്തെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്തവണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗൗണൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാൻ ബ്രൈഡായിരുന്നു. പക്ഷേ ഇത്തവണയാണെങ്കിൽ ഞാൻ എല്ലാം ചുരിദാറൊക്കെ ആയിരുന്നു. അതപ്പോൾ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ. ഇതാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തതും സ്റ്റിച്ച് ചെയ്തതുമാണ്. ചേട്ടൻ്റേത് മാത്രമേ ഞാൻ വെളിയിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചുള്ളൂ. പക്ഷേ കാര്യങ്ങളല്ല, ആക്ച്വലി ചേട്ടൻ അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ്റെ കല്യാണത്തിനിടുന്ന ആ ഒരു കുർത്ത ഉണ്ടല്ലോ, അതിൻ്റെ അളവ് വെച്ചിട്ട് ഞാൻ വെളിയിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ അത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നു. പിന്നെ എൻ്റേതും ഇച്ചുവിൻ്റേതും ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഒരു ഫാമിലി മൊത്തത്തിൽ ഞങ്ങൾ 3 പേരും ഒരേപോലെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് പറയണമല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും ചെയ്തു കൊടുത്ത ഞാൻ മണ്ടിയായി. കാരണം അവളുടേതും അടിപൊളി, ചേട്ടൻ്റേതും അടിപൊളി, ഞാൻ മാത്രം സിമ്പിളായിപ്പോയി. പോട്ടെ, സാരമില്ല. ആക്ച്വലി ചേട്ടൻ്റെ ഈ കുർത്ത കണ്ടപ്പോൾ തൊട്ട് അമ്പു എന്നോട് ചോദിച്ചു, നിനക്ക് എനിക്കൂടെ ഒരെണ്ണം തയ്ച്ചു വിടായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ അവന് തയ്ക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഇടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവനാണെങ്കിൽ എല്ലാം നീല മാത്രം മതി. പിന്നെ ചില കേസിൽ കറുപ്പിടും, അതല്ലാതെ വേറൊരു കളറും അവന് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ചേട്ടനാകുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും അത് ഇട്ടോളൂ എന്ന് എനിക്കറിയായിരുന്നു. ഈവൻ ഇട്ടില്ലെങ്കിൽ ഞാനിത് ആർക്കും കൊണ്ട് കൊടുക്കും. അതുകൊണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒത്തിരി ഐഡിയാസ് ഉണ്ടായിരുന്നു. എന്തായാലും ആ ഡിസൈനറിൻ്റെ ആ ഒരു ബ്ലഡ് അവിടെ കാണുമല്ലോ. പക്ഷേ അവൻ അതിൻ്റെ പ്രതിഷേധത്തിലായിരുന്നു ഞങ്ങളോട്. അവൻ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കൊള്ളിക്കുന്നുണ്ടായിരുന്നു, നിനക്കൊരെണ്ണം എനിക്കൂടെ തയ്ച്ചു വിടായിരുന്നു എന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളായിരുന്നു. പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം. അങ്ങനെ മൊത്തത്തിലെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. സോ അവരവരുടെ കഴിവ് കാണിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് പാട്ട് പാടി, ഞാനും ചേട്ടനും കൂടെ. ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ. ഇതും ക്യാമറാമാനാ. അത് ഞങ്ങളുടെ മാപ്പിളായി. ഇത് ഡമ്മി പീസാ. ഡേയ് എടാ അത് പറ്റത്തില്ലടാ. അങ്ങനെ മാപ്പിളയുടെ തങ്ങച്ചി മുഖം മറച്ച് നടക്കാം. വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ് തണ്ടി നിൽക്കുന്നത്. എടുക്കാൻ വിളിക്കുക, ഇവിടെ ഇരുന്ന് തിന്നോണ്ടിരിക്കും. എനിക്കൂടെ തയ്പ്പിച്ചുകൂടായിരുന്നു നിനക്ക്?
അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാന്നേ. അപ്പോൾ ചെറുക്കൻ മാറിപ്പോകണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് അമ്പൂന് ഈഗോ അടിക്കണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാനും ചേട്ടനും പോയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അടുത്ത ട്രിപ്പിലായിരുന്നത്. അവൻ നൈസായിട്ട് സൈഡിലോട്ട് മാറുവാന്നേ. വേണ്ട വേണ്ട, അമ്പൂനൊരു ഇതാവണ്ട. खेलना आता है क्या? मुझे सच्ची में कार नहीं खेलना आता। मैंने बोला सीख आता नहीं है, सिखाएगा तो सीख लेगा। അങ്ങനെ ഞങ്ങൾ ട്രെയിനെ കണ്ട കഥയൊക്കെ ഇരുന്ന് തള്ളുമായിരുന്നു ചേട്ടന്. അതിൻ്റെ ഇടയ്ക്ക് അമ്പൂന് കുറച്ച് ഉപദേശങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്തു. കാരണം ഞങ്ങളെല്ലാവരും കല്യാണം കഴിച്ചതാണ്. പിന്നെ കുഴി ചാടിയ 2 പേരാണ് പരസ്പരം ഇപ്പം അങ്ങോട്ട് കൈ കൊടുത്തത്. പിന്നെ എന്തോ ഒരു ചക്കപ്പഴത്തെ ലീച്ച വന്നിരുന്ന് അങ്ങനെ എന്തോ ഒരു കഥയും ബാലുചേട്ടൻ പറഞ്ഞു. എന്തായാലും കുഴി ചാടാൻ പോവാണ്. കല്യാണം കഴിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കുഴി ചാടാൻ പോവാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഉപദേശിച്ചു. അങ്ങനെ ഇനി ഞങ്ങൾ ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടിയാണ്. ഞങ്ങളത് പാടി കുളവാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. നിന്നെയല്ലേ, കുഞ്ഞിനെയാ. ആ ലാപ്ടോപ്പ് അത് ഇച്ചുവിനെ സീറ്റല്ലേ ഇരുത്തുന്നേ. ഇച്ചുവിനെ സീറ്റിൽ ഇരുത്തി ആ ബെൽറ്റ് കൂടി ഇട്ട് അവൾ ഉറങ്ങിക്കോളൂ. അല്ല ഇവിടെ കയറിയിരുന്ന വണ്ടി ആരും ഓടിക്കും. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് കല്യാണം. ഞങ്ങൾ പിന്നെ തലേദിവസമേ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അപ്പം രാവിലത്തെ ഒരു റഷ് ഒഴിവാക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ തലേദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അവൻ ഈ താലി കെട്ടി പഠിക്കുന്നുണ്ട്, ഈ ചരട് ഇങ്ങനെ കെട്ടുന്നതെന്നുള്ളത്. വീട്ടിൽ നിന്ന് 1-2 തവണ ട്രയലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മുടി പൊക്കി കൊടുക്കുമ്പോൾ ഈ ത്രെഡ് പുറമോട്ട് ഇട്ടേക്കുന്നത് ലെങ്ത്ത് കുറവുണ്ടെങ്കിൽ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ തട്ടാവെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അടയാളമാകുമല്ലോ. എന്നിട്ട് ഞങ്ങൾ മണ്ഡപത്തിൽ കയറിയപ്പോഴും എന്തോ ഒരു ഇതുപോലെ ത്രെഡ് കുറച്ച് കുറവായിരുന്നു ബാക്കിലോട്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവൻ്റെ കയ്യിലിങ്ങനെ തട്ടിയപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ കുറച്ചുകൂടെ ത്രെഡ് അവൻ ബാക്കിലോട്ട് ഇട്ടിട്ടാണ് കെട്ടിയത്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി. പിന്നെ വന്നപ്പം ഞങ്ങൾ 3 പേരുമായി കാറിൽ, അവൻ മറ്റേ കാറിൽ കയറി. പിന്നെ ഞങ്ങളിങ്ങനെ പതുക്കെ പോവായിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പം ഞങ്ങളവിടെ ചെന്നു. അങ്ങനെ കാറിനകത്തെ കച്ചേരിയും പിന്നെ അവിടെ ചെന്നിട്ടുള്ള ഡാൻസും കൂത്തും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും സൗണ്ട് പോയി. എനിക്കാണെങ്കിൽ അന്ന് തൊട്ടേ സൗണ്ട് ഇല്ലായിരുന്നു. പിന്നെ സൗണ്ട് തിരിച്ചു വരാൻ ഏകദേശം ഒരു 1-1.5 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ബാക്ക് ടു നോർമൽ ആയത്. കാറിനകത്ത് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിയ പാട്ടാണ് അവിടെ വരെ. നീല ലൈറ്റ് ഒക്കെ വേണമായിരുന്നു. അവിടെ കുറെ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വേറെ കളർ ലൈറ്റ് വേണമായിരുന്നു. ആയിരിക്കട്ടെ.
അങ്ങനെ ഞങ്ങളൊരു 6 മണി 6:30 ഒക്കെ ആയപ്പോൾ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലായിരുന്നു, ചില്ല് ചെയ്താൽ മതിയായിരുന്നു. എൻ്റെ കല്യാണത്തിന് എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കാണെങ്കിലും നെക്സ്റ്റ് ഡേ 2 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു, ഹെയർ ഓൾറെഡി പ്രിപ്പ് ചെയ്യണമായിരുന്നു, സാരി പ്ലീറ്റ്, അങ്ങനെ കുറേ പരിപാടി. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഹോട്ടൽസിൽ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അന്ന് എൻ്റെ കല്യാണത്തിന് ഒത്തിരി ആളുണ്ടായിരുന്നു, അപ്പോൾ അവരെ മാനേജ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ ടെൻഷനിലായിരുന്നു. എടാ നിനക്ക് എങ്ങനെ ഇത്രയും കീ കിട്ടിയേ? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ റൂമിലോട്ട് അലമ്പുണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ അലമ്പ് കാരണം റിസപ്ഷനിൽ നിന്ന് കോളൊക്കെ വന്നു. അതിന് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. പക്ഷേ എല്ലാവരും കൂടെ കൂടിയപ്പം ബഹളം കൂടി, ഡാൻസായി, പാട്ടായി. അങ്ങനെ 2-3 തവണ ഞങ്ങളെ ഇറക്കി വിടും എന്നുള്ള സിറ്റുവേഷൻ വന്ന് 2-3 തവണ കോളൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഡീസൻ്റായി, പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി കേട്ടോ. उसका बेस्ट फ्रेंड है भाई, तुम्हें नहीं पता क्या? भाई तुमने कुछ भी नहीं पता. ढूंढ ला विष्णु 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 അങ്ങനെ ഞങ്ങളുടെ ബഹളം കുറയ്ക്കാൻ വന്ന അമ്പുവിനെയും പിടിച്ച് നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. അവനാണെങ്കിൽ മടി പോലെ നിൽക്കും, എന്താ ചെയ്യണമെന്നറിയാതെ. അവൻ സൗണ്ട് കുറയ്ക്കാൻ പറയുന്നുണ്ട്. ബൈ ദ ബൈ, ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ എനിക്കങ്ങനെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അതിട്ട് കൊട്ടാതടി. അങ്ങനെ കല്യാണച്ചെറുക്കനെ റെഡിയാക്കി, കല്യാണച്ചെറുക്കൻ്റെ അമ്മയും റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ ലേറ്റായി. എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊരു മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. ആസ് യൂഷ്വൽ റെഡ് ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, പിന്നെ അതുപോലെ ഓപ്പൺ ഹെയർ. നോർമലി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഹെയർ, അല്ലാതെ ഭയങ്കര ഒരു ഹെയർ സെറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. ചെറുക്കൻ കല്യാണം കഴിയാതെ പോകത്തൊന്നും ഇല്ലല്ലോ. സമയം കൊണ്ടൊന്ന് സ്റ്റെപ്പ് കയറിയാൽ പോരെ. കവറുണ്ട്, ചെരുപ്പിടാനുള്ള കവറൊക്കെ. ഇനി ഇങ്ങോട്ട് നോക്കടി കുട്ടാ, നിന്റെ വളം അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതൊന്ന് പിടിച്ചേടി, എന്താ ചെയ്യാനാടി. എടാ ആ നീല വണ്ടിയല്ല ആരാടാ? നിഖില് വന്നില്ലേടാ? നമ്മൾ 3 ഉള്ളൂ ഇതില്. നാച്ചുറലിന്റെ ഫീൽ ഉണ്ട്. എനിക്ക് അതാ വേണ്ടിയത്. അത് ആ സ്പ്രേ അടിച്ചാലേ കിട്ടത്തുള്ളൂ.
എന്തുവാടാ എന്തോ ബ്രോ ദക്ഷിണ വാങ്ങിച്ചോ ആന്നോ അപ്പൊ മറ്റേ പേറ്റന്റ് ഒക്കെ ചിലടത്ത് അങ്ങനെ ഉണ്ടാകും ആ ബോളും താൻ വാ തുറക്കുന്ന കള്ളം പറയാല്ല അവളെ എടുത്തോ എടുത്തോ ബേബി അവളെ എടുത്തെടുത്തോ സ്ഥലം കൊടുക്കണേ ഇനിയും കയറ്റിയിരുത്തു ഇച്ചിപ്പന്ന അമ്പുമ്മയുടെ കള്ളാണോ അവിടെ നിന്നോ Light of fire.
മുടി കുഴപ്പമില്ല. പഴം കൊടുക്കണം, നമുക്ക് വിശക്കുന്നുണ്ട്. സോ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന 1-2 വിഷ്വൽസ് എടുത്തു, അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ വെഡ്ഡിങ് ആണെങ്കിലും ഒരു മെമ്മറി അല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തു, ഒരു വ്ളോഗ് ആക്കുന്നു എന്നേ ഉള്ളൂ. പിന്നീട് കാണുമ്പം ഒരു നൊസ്റ്റാൾജിക് ഫീൽ, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ പന്തൽ വന്ന് അഴിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ പന്തൽ പണി തൊട്ട് പന്തൽ അഴിക്കുന്നിടം വരെ എടുത്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനിയും നെക്സ്റ്റ് ഏതെങ്കിലുമൊക്കെ വ്ളോഗിൽ കാണാം. അപ്പം ടാറ്റാ.